ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു വെറൈറ്റിയിലൊരു ഷർട്ട് ചെയ്താലോ? അപ്പൊ ഇതിന്റെ പേരെന്ന് പറഞ്ഞാല് ക്രോപ്പ് കേപ്പ് ഷർട്ട് എന്നാണ്. അപ്പൊ ഈ പേരൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ തപ്പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് വെട്ടി തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇതിൽ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ കട്ടിങ് വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകാം. ഇപ്പൊ ഇത് നമ്മൾ തുണി രണ്ട് മടക്കിൽ ഇട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഡിസൈൻറ്റത് കൊണ്ടാണ് രണ്ട് പീസും ഫ്രണ്ടിലത്തവും ബാക്കിലത്തവും പീസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതിന്റെ ഡിസൈൻ നേരെ നിൽക്കത്തക്ക രീതിയിൽ ഒരുപോലെ ഇട്ടേക്കുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി നാലായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലത്തെ ഡിസൈൻ താഴേക്കും ഫ്രണ്ടിലത്തെ ഡിസൈൻ മുകളിലേക്കും ഒക്കെ ഇരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം ഇതിന്റെ കാര്യത്തിൽ കട്ട് ചെയ്യുമ്പോൾ. ഈ ഒരു പിങ്ക് ബ്ലൗസും ആയതുകൊണ്ട് അതുപോലെ ഇങ്ങനെ വരുന്ന ഡിസൈൻ ഏതുമായാലും നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഒരു ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനെടുത്തിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അളവനുസരിച്ച് 26 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ തയ്യൽ തുമ്പ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 26 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം 42 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ ഒരു 20 ഇഞ്ചാണ് ഇതിന്റെ ആ ഒരു വീതി വശം നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാൻ വേണ്ടി ഒരു 20 ഇഞ്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഞാനൊന്ന് 20 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ വരയിൽ നമ്മൾ അടയാളപ്പെടുത്തി 20 ഇഞ്ചും അതുപോലെ മുകളിൽ നമ്മൾ അതുപോലെ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒന്ന് ജോയിന്റ് ചെയ്ത് വരച്ചെടുക്കാവേ. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ആ ഒരു സ്ലീവും ആ ബോഡി പോർഷനും എല്ലാം കൂടി വരത്തക്ക രീതിയിൽ നമ്മൾ ആ ഷർട്ടിനുള്ള കട്ടിങ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു സ്ലീവും അതേപോലെ ബോഡി പോർഷനും എല്ലാം കൂടി ഒന്നിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ആ ഒരു ബോക്സ് വരച്ചതിലേക്ക് ഇനി നമ്മുടെ അളവുകൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാതെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു നെക്കിന്റെ മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ബാക്കിലത്തെ നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഇറക്കമായിട്ട് ബാക്കിലത്തെ നെക്കിന് കൊടുക്കുന്നത്. അതേപോലെ അകലം നമ്മൾ ഒരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ഇച്ചിരി ഒരുപാടങ്ങ് അടഞ്ഞ കോളറല്ല, ഇതൊരു ഇച്ചിരി അകന്ന കോളറാണ്. നമ്മൾ ഫോർമൽ ഒക്കെ തയ്ക്കുന്ന പോലെ ആ ഷർട്ടൊക്കെ നോർമൽ മെൻസിനൊക്കെ തയ്ക്കുന്ന പോലത്തെ ഒരു കോളറല്ല, ഇച്ചിരി കൂടെ തുറന്ന ടൈപ്പ് കോളറാണ് നമ്മൾ ഇവിടെ തയ്ക്കുന്നത്. പിന്നെതാ ഞാൻ ആ ഒരു അവിടെ ആയിട്ട് ഒരു 5 ഇഞ്ച് താഴേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ദാ ഈ ഒരു കഴുത്തിന്റെ ഭാഗത്തൊന്ന് ചരിച്ചതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നത്. ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പിന്നെതാ നമുക്ക് കൈയുടെ വിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 9 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 9ൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവേ. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ അകത്തേക്ക് നീക്കിയൊരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടേക്കാണ് നമ്മൾ ഈ ഒരു കൈയുടെ സ്ലീവിന്റെ എൻഡ് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മൾ ആ വിട്ട് അടയാളപ്പെടുത്തിയ 9 ഇഞ്ചിൽ നിന്നാണ് അകത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ 2 ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ ചരിഞ്ഞ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ നമ്മൾ താഴെ ഭാഗത്തു നിന്നും ഒരകത്തേക്ക് ഒരു 8 ഇഞ്ച് നീക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു ഷേപ്പിനുള്ള ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നമ്മൾ ഈ ഒരു കൈ നമ്മൾ ഇപ്പൊ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ എൻഡ് തമ്മിലൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ആ 2 പോയിന്റ് തമ്മിലൊന്ന് നമ്മൾ വളച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മുടെ 2 ഇഞ്ച് ഫ്രണ്ടിലത്തെ നെക്കിന് വേണ്ടി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കട്ടിങ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടാനുസരണം കൈക്കൊക്കെ ഇച്ചിരി കൂടി ഇറക്കം വേണമെങ്കിൽ ഇപ്പൊ ഇതിന് വീതി കുറവായിട്ടാണ് തുണി അധികം മുഴുക്ക് 22 ഇഞ്ചല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി വീതിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്തില് കൈയുടെയൊക്കെ ഇറക്കം കൂട്ടിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫ്ലെയർ കുറച്ചും കൂടി ലൂസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ലൂസ് ഇട്ടെടുക്കാം. അതേപോലെ തന്നെ ഇറക്കം കൂടുതൽ വേണമെന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിനേക്കാൾ ഇറക്കം കൂട്ടിയിട്ടിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുത്താൽ മതിയാവേ. അപ്പൊ അതാ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലത്തേക്ക് 2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതാ 2 പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്ന 7 ഇഞ്ച് ഇവിടം വരെ വരും. എന്നിട്ട് ഇവിടുന്ന് താഴേക്കാണ് ഈ ഒരു സ്ലീവ് വരുന്നത്.
അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്ലീവായിട്ടൊരു 13-14 ഇഞ്ചേ ഉള്ളൂ. അപ്പൊ എനിക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടത് ഒരു 17 ഇഞ്ചൊക്കെയാണ്. അപ്പൊ ഞാൻ കുറച്ച് തുണിയും കൂടെ അതിന്റെ ആ ഭാഗത്തായിട്ട് വെച്ച് ചേർത്തെടുക്കുന്നുണ്ട്, ഒരു പടി പോലെ. അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ അതാ എല്ലാം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ വരണം. അപ്പൊ ഞാൻ അത് അനുസരിച്ച് സൂക്ഷിച്ച് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടാണ് ബാക്കി പീസുകളെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പല ഡിസൈനും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസൈൻ എല്ലാം ഒരുപോലെ നിൽക്കുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം മാത്രമേ തുണി കട്ട് ചെയ്തെടുക്കാവുള്ളേ. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ കൈയുടെ ചുവട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ പടി റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ടിലത്തേക്ക് നമുക്ക് തുണി അധികം ഇല്ല, അപ്പം ആ ഉള്ള തുണിയിൽ നമ്മൾ ഫ്രണ്ടിലത്തേക്ക് ആ ഒരു ബട്ടൺ ഹോണും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഡിസൈൻ വരുന്ന ഭാഗത്തുനിന്ന് തന്നെയാണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. നമ്മൾ ഏത് തുണി കട്ട് ചെയ്താലും നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഡിസൈനിന്റെ കാര്യമേ, അല്ലെങ്കിൽ എല്ലാം തലതിരിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും. അപ്പൊ അത് ഞാൻ ആ പടികളെല്ലാം ഒന്നിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോളറിന് ആവശ്യമായിട്ടുള്ള തുണിയും കൂടി നമുക്ക് എടുത്തു വെച്ചേക്കാം. അതിന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇനി കോളർ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഏതായാലും ഈ തുണി കൂടി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വെച്ച് കെട്ടി വെച്ചേക്കാവേ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ബൈ.